എല്ലാവർക്കും നമസ്കാരം. നയൻത്തിലെ ആദ്യത്തെ പാഠമായ ടു ലൈഫ് പ്രോസസ്സിൻ്റെ ചാപ്റ്ററാണ് ഇന്ന് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ആക്ടേഴ്സ് ഫാനാണല്ലേ? അപ്പോൾ നമ്മൾ ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ലാലേട്ടനുണ്ട്, മോഹൻലാലുണ്ട്, ദിലീപുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് പല ഒരേ സ്വഭാവത്തിലല്ലല്ലോ ഒരു ഫിലിമിൽ അഭിനയിക്കുന്നത് അല്ലേ? അപ്പോൾ പല എക്സ്പ്രഷൻ ഇട്ടിട്ടാണ് ഓരോ ആക്ടേഴ്സും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് അട്രാക്ഷൻ കിട്ടുന്നത് അല്ലേ? അതേപോലെ തന്നെ ഈ ലൈഫ് പ്രോസസ് ജീവിത പ്രക്രിയയിലേക്ക് എന്ന ചാപ്റ്ററിലേക്ക് ഇത് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് എക്സ്പ്രഷൻ ഉണ്ടാവും. ലിവിങ് ഓർഗാനിസത്തിൽ പലതരം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ? ഈ ചാപ്റ്ററിൽ പറയാൻ പോണത് ഒരു ജീവനുള്ള ആളുകളെ അല്ലെങ്കിൽ വസ്തുക്കളെ പലതരം കാര്യങ്ങളും പലതരം രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ബേസിക് ലൈഫ് പ്രോസസ്സ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലൈഫ് പ്രോസസ്സ് എന്താണ്, അഥവാ എങ്ങനെയാണ് ജീവൻ നിലനിർത്തുന്ന കാര്യങ്ങൾ, നമ്മൾ ജീവനോടെ നിലനിൽക്കുവാൻ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിലുള്ളത്, എന്തുകൊണ്ടാണ് ജീവനോടെ ഇരിക്കുന്നത്, അതിൻ്റെ കാരണങ്ങൾ, ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് ഇതിൽ പഠിക്കുവാൻ പോകുന്നത്. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, നമുക്കൊരു സെല്ലുണ്ട് അല്ലേ? നമ്മുടെ ബോഡിയിൽ ഓൾമോസ്റ്റ് കാണുന്നത് സെല്ലുകളാണ് അല്ലേ? നമുക്ക് സെല്ലുകളെയാണ് കാണാൻ കഴിയുക. ഈ സെല്ലിനുള്ളിലാണ് എന്തിരിക്കുന്നത്? ന്യൂക്ലിയസ് ഉള്ളത്. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ക്രോമസോമിൻ്റെ ഉള്ളിലാണ് ക്രോമസോമാണ് DNA എന്ന് പറയുന്നത്. അതായത് ചുറ്റിപ്പറ്റിയിരിക്കുന്ന കോയിൽ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നുള്ളൂ, പക്ഷെ ഇത് കാര്യമില്ല, പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മെയിനായിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതാണ്. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് എന്നാണ് നമുക്ക് ചെയ്യാൻ കഴിയുക? നമുക്ക് റെസ്പിറേഷൻ ചെയ്യാൻ കഴിയും, ശ്വസിക്കാൻ കഴിയും, അതേപോലെ തന്നെ മൂവ്മെൻറ്റ്സ് ചെയ്യാൻ കഴിയുന്നു, ഡൈജഷൻ ചെയ്യാൻ കഴിയുന്നു, റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നു, റീപ്രൊഡക്ഷൻ. നമ്മുടെ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ ചെയ്യാൻ കഴിയും, നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവുന്നു, പറ്റാവുന്ന നമുക്ക് വളർച്ച ഉണ്ടാകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സാണ്. ഈ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ആദ്യം കാണാം 2 ബാക്ടീരിയകൾ ഉള്ളതല്ലേ? അതിൽ ടാഗ് ഉണ്ട്, യു ആർ ദ ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് ഐ ആം ദ ഒറിജിനൽ. അപ്പോൾ മറ്റൊരു വൈറസ് പറയുവാണ് നോ ഒറിജിനൽ ആൻഡ് നോ ഡ്യൂപ്ലിക്കേറ്റ്. No original, no duplicate. Both of us are bacteria. It's just that I was made in a lab. അതായത് ഇവിടെ പറയുവാണ്, എന്താ പറയുക, ഒരു ബാക്ടീരിയ 2 കീടങ്ങളുണ്ട്. 2 കീടങ്ങൾ ഒരാൾ പറയുവാണ് ഞാൻ ഒറിജിനലാണ്, നീ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പക്ഷെ മറ്റേ ബാക്ടീരിയ എന്താ പറയുന്നത്? ബാക്ടീരിയയുടെ ഒറിജിനലും ഇല്ല, ഡ്യൂപ്ലിക്കേറ്റും ഇല്ല എന്നാണ്. നമ്മൾ 2 ബാക്ടീരിയയാണ്, പക്ഷെ ഞാൻ ഇവിടെ നിന്നുണ്ടായതാണ്, ജസ്റ്റ് ഒരു ലാബിൽ നിന്ന് ഉണ്ടായ ഒരു ബാക്ടീരിയ മാത്രമുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ നമുക്ക് നെക്സ്റ്റ് പോകേണ്ടത് ഈ ഒരു ഡെഫിനിഷൻ വായിക്കുക. ദ കീ ഓഫ് ലൈഫ് ഈസ് ഇൻ ദ സേഫ് ഓഫ് സയൻസ്. ഇത് ജസ്റ്റ് ഒന്ന് വായിക്കുക, അതിന് അർത്ഥം മനസ്സിലാക്കുക. അതായത് ക്യാൻ ലൈഫ് ബി ക്രിയേറ്റഡ് ആർട്ടിഫിഷ്യൽ? ഒരു ചോദ്യമാണ്. നമുക്ക് ലൈഫ്
ആർട്ടിഫിഷ്യലി മേക്ക് ചെയ്യാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. കഴിയോ? യെസ്, കഴിയുമോ? യെസ്, നമുക്ക് കഴിയും. ബിക്കോസ് ഓഫ് നമുക്ക് ഒരു ലാബിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ബാക്ടീരിയകളും ഉണ്ടാക്കാൻ കഴിയും. അതിന് എതിര് നിൽക്കുന്ന ആൻറ്റി ബാക്ടീരിയകളെയും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ അമീബ എന്താണ്? നമുക്ക് ഒറ്റ സെല്ലിൽ കാണാൻ കഴിയുന്ന ഒരു ബാക്ടീരിയയാണ് അമീബ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ആർട്ടിഫിഷ്യലി ചെയ്ത് തന്നെ നമുക്കൊരു ഹ്യൂമൻ ബീയിങ്സിനെ ഉണ്ടാക്കുവാൻ കഴിയും അല്ലേ? നമുക്ക് ഇവിടെ പറയുന്നത് efforts to earth. This is a challenge that science had taken up long before. Efforts towards independence after the first decade of the 21st century അല്ലേ? എഫോർട്ട് ടുവേഴ്സ് ആഫ്റ്റർ, അതായത് 21ാമത്തെ സെഞ്ച്വറി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഡിക്കേഡ് ഓഫ് ദി അതായത് ഒരു after continuous effort, the first artificial bacteria became a reality through genetic engineering. അതായത് ഇതിൻ്റെ എല്ലാം പരിശ്രമങ്ങൾ കൊണ്ട് നമുക്ക് ആദ്യമായിട്ടൊരു ആർട്ടിഫിഷ്യൽ, അതായത് നമ്മൾ ലാബിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ബാക്ടീരിയ ഈ ജനറ്റിക് എൻജിനീയർ വഴി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് റിയാലിറ്റി. എ ടേം ഓഫ് റീസേർച്ച് അറ്റ് കാംബ്രിഡ്ജ്. ഇത് നടന്ന് കാംബ്രിഡ്ജിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്തോ. term of research at Cambridge, artificially created E. coli bacteria. Artificially created by E. coli bacteria. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, ഈ കൊളൈ ബാക്ടീരിയ എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്? നമ്മുടെ ടീം ഓഫ് റീസേർച്ച് അറ്റ് കാംബ്രിഡ്ജ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ഈ കൊളൈ ബാക്ടീരിയം. അതായത് കാംബ്രിഡ്ജിലെ റീസേർച്ചേഴ്സാണ് നമുക്ക് ഈ കൊളൈ ബാക്ടീരിയം ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. ദാറ്റ് ലീവ്സ് ഇൻ ഇൻറ്റൻസൈൻ എന്നാണ്, ഇൻറ്റൻസൈലോം and sorry and mark ചെയ്തപ്പോൾ ഇത് കട്ടായിപ്പോയി, സോറി. And even though that is slow pace, the artificial bacteria can grow and divide itself. അതായത് ഇവിടെ പറയുന്നത് ഒരു ചെറിയൊരു സ്ഥലം മതി ഒരു ആർട്ടിഫിഷ്യൽ ബാക്ടീരിയക്ക് വളരുവാനും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കുഞ്ഞൊരു കൾച്ചർ തന്നെ മതി അല്ലേ? ഒരു ബാക്ടീരിയ ഫോർ എക്സാമ്പിൾ നമുക്ക് ക്യാൻസർ വന്നതിന് അത് ഡിവൈഡ് ചെയ്യാൻ ഒരു കുറച്ച് അല്ലെങ്കിൽ കുറേ അധികം വേണ്ട, ഒരു സെക്കൻഡ് മതി ആ ഒരു ക്യാൻസർ ഡെവലപ്പ് ചെയ്ത് ലാസ്റ്റ് കണ്ടീഷൻ ആകുമ്പോഴേ നമ്മൾ അറിയുള്ളൂ അല്ലേ? അങ്ങനെ. അപ്പോൾ ഇതാണ് ഈ ഒരു ഫസ്റ്റ് ഇത് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇത് കഴിഞ്ഞു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. And the many molecules are required for cell structures and cell function. These molecules are formed by the various combination of elements such as carbon, hydrogen, oxygen, nitrogen, phosphorus and calcium. അതായത് many molecules are required for cell structures and cell function. അതായത് ഒരു കോശഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും നിരവധി തന്മാത്രകൾ മീൻസ് മോളിക്യൂൾസ്, തന്മാത്രകൾ
ആവശ്യമാണ്. അതായത് സെൽ സ്ട്രക്ചർ, അതായത് കോശഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും നിരവധി തന്മാത്രകൾ, കുറേ മോളിക്യൂൾസുകൾ ആവശ്യമാണ്. ആ മോളിക്യൂൾസുകളാണ് എന്ത്? The molecules are formed by the various combination of elements. അതായത് ഈ മോളിക്യൂൾസ് എല്ലാം ഫോം ചെയ്യുന്നത് such as carbon, hydrogen, oxygen, carbon, hydrogen, oxygen and nitrogen, phosphorus and calcium എന്നീ ഇവരാണ് ഈ എലമെൻസുകളാണ് നമുക്ക് രൂപപ്പെടുന്നത്, ഈ തന്മാത്രകൾ രൂപപ്പെടുന്നത്. അപ്പം ഓരോ സെല്ലുകൾ, അതായത് ഈ മോളിക്യൂൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് വേരിയസ് കോമ്പിനേഷൻ ഓഫ്, അതായത് ഈ മോളിക്യൂൾസ് എല്ലാം, അതായത് തന്മാത്രകൾ ഉണ്ടാക്കി വരുന്നത് ഈ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം എന്നിവ തന്മാത്രകൾ കൊണ്ടാണ് രൂപപ്പെടുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. അതായത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, CHO എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഈ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് ഗ്ലൂക്കോസ് ഉണ്ടാക്കിക്കൂടെ? ഗ്ലൂക്കോസ് ഉണ്ടാക്കാം, സർക്ടോസ് ഉണ്ടാക്കാം, നിരവധി കാര്യങ്ങൾ നമുക്കിവിടെ ഈ ഒരു മോളിക്യൂൾസ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് പോവാം. ഇതിൽ പറയുന്ന ലിപ്പിഡ്, അതായത് ഇത് ക്ലിയർ ആണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ലിപ്പിഡ്സ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. ദീസ് ആർ നോൺ ആസ് ബയോമോളിക്യൂൾസ്. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു വീടുണ്ടാക്കണം, ബേസ് വേണ്ടേ? അതായത് ബ്രിക്സ്, നമ്മൾ വീടുകൾ എങ്ങനെ ഉണ്ടാക്കുന്നത്? ബ്രിക്സ് യൂസ് ചെയ്തിട്ടാണ്, അല്ലേ? കല്ലുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വീടുകൾ ഉണ്ടാക്കുന്നത്. അത് ഇങ്ങനൊരു കല്ല്, ഇവിടെ ഒരു കല്ല്, ഇങ്ങനൊരു കല്ലൊക്കെ വെച്ചിട്ട് ഒരു ബേസ് ഉണ്ടാക്കണം. ഈ ബേസിൽ തൊട്ടാൻ വേണ്ടി എന്താണ്? സിമെൻ്റ്. ഈ സിമെൻ്റ് എവിടെയാണ് വെക്കുന്നത്? ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ സിമെൻറ്റും മണലൊക്കെ എംസാൻഡൊക്കെ തേക്കണം, അല്ലേ? ഇങ്ങനെയൊക്കെ പുറത്ത് തേച്ചിട്ടാണ് നമുക്ക് എന്താ പറയുക, ഉറച്ച് നിൽക്കുക. അതേപോലെ തന്നെയാണ് നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ ഈ ബയോമോളിക്യൂൾസ് എന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ ഓരോ സെല്ലുകളുടെ ഇടയിലും ഈ ബയോമോളിക്യൂൾസ് ആണുള്ളത്. അതായത് ഈ ഫുഡ് കഴിച്ച് എനർജി വരുന്നത്, എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നതിൻ്റെ ബേസിക് കാരണങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്. ഈ പറയുന്ന ഓടാനും ചാടാനും പ്രവർത്തിക്കാനും എനർജി ആവശ്യമാണ്, അല്ലേ? ആ തന്മാത്രകളെയാണ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമുക്ക് ഓടുവാനും ചാടുവാനും പ്രവർത്തിക്കുവാനും എനർജി ആവശ്യമാണ്. ഈ എനർജി ആവശ്യമായതുകൊണ്ട് നമുക്ക് ഈ തന്മാത്രകൾ യൂസ് ചെയ്യണം. ഈ തന്മാത്രകളെയാണ്, ഈ മോളിക്യൂൾസിനെയാണ് നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതായത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ് എന്നിവ കൂടിയിട്ടാണ് നമുക്ക് ബയോമോളിക്യൂൾസ് ഉണ്ടാക്കുന്നത്. അതായത് ഇവിടെ തന്നെ ഇത് ബയോമോളിക്യൂൾസ് ആണ്. ബയോമോളിക്യൂൾസ് ഇത് കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്, പ്രോട്ടീൻ, ന്യൂക്ലിയസ്. ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇത്ര 4 എണ്ണമല്ല, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബയോമോളിക്യൂൾസ് പഠിക്കണം. പക്ഷെ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ 4
4 ബയോമോളിക്യൂൾസേ കൊടുത്തിട്ടുള്ളത്. കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ് എന്നിവയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ കാർബോഹൈഡ്രേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാൻ കഴിയും? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുർക്കോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് എന്നിവ നമുക്ക് കണ്ടുവെക്കാൻ കഴിയും അല്ലേ? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുർക്കോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് എന്നിവ ഉണ്ടാക്കാൻ കഴിയും അല്ലേ? സെല്ലുലോസ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുർക്കോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് നമുക്ക് ചെയ്യാൻ കഴിയില്ലേ? പറ്റും. ഈ ലിപ്പിഡ്സ് എന്താണ്? ഫാറ്റ്സ്, ഓയിൽ എന്നിവയാണ് ലിപ്പിഡ്. അതായത് നമുക്ക് മീൻ, മത്സ്യം എന്നിവ വെച്ച് നമുക്ക് ഫാറ്റ്, ഓയിൽ, നമുക്ക് കടകളിൽ കിട്ടുന്ന ഓയിലുകൾ, അതൊക്കെ ഓയിൽസ് ആയിട്ടാണ്. ഗ്ലൂക്കോസ് എന്നൊക്കെ പറയുമ്പോൾ കാർബണും ഹൈഡ്രജനും ഓക്സിജനൊക്കെ കൂടി C6H12O6 എന്നിവയൊക്കെയാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ കാർബൺ കുറഞ്ഞ ഫ്രക്ടോസ്, സർക്കോസ്, സ്റ്റാർച്ച് ഒക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ പ്രോട്ടീനിൽ എന്താണ്? എൻസൈംസ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട് അല്ലേ? ഹോർമോൺസ് മാത്രമല്ലല്ലോ, ആൻറ്റിബോഡീസും ഉണ്ട്. ഈ ആൻറ്റിബോഡീസ് എന്ന് വെച്ചാൽ നമുക്ക് ഹോർമോൺസ്, എൻസൈം ബാക്കി പിന്നെ പഠിക്കാം. ആൻറ്റിബോഡീസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു അസുഖം വന്ന് പനിയോ ജലദോഷമോ ഫീവേഴ്സ് വന്നു നമ്മുടെ ബോഡിയിലുള്ള ബാക്ടീരിയകളെ നമുക്ക് തനിയെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും നമ്മുടെ ശരീരത്തിൽ. നമ്മുടെ ശരീരത്തിൽ ഏത് ബാക്ടീരിയ കടന്നാലും നമ്മുടെ സെല്ലുകളെല്ലാം ആക്റ്റീവ് ചെയ്ത് അവർ നശിപ്പിക്കാനുള്ള പ്രോട്ടീനുകളെല്ലാം എന്ത് ചെയ്യും? നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കും. അങ്ങനെ ആണ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. ഈ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാവുന്നതാണ്, എൻസൈമും ഹോർമോൺസും. പിന്നെ ന്യൂക്ലിക് ആസിഡ് എന്ന് വെച്ചാൽ ന്യൂക്ലിക് ആസിഡ് എന്താണ്? നമ്മൾ ഫോസ്ഫറസ് ഉണ്ട്, ഷുഗർ ഉണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്. ഇതാണ് ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡ് എന്താണ്? RNA ഉണ്ട്, DNA ഉണ്ട്. DNA, RNA എന്നാൽ ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡും റൈബോന്യൂക്ലിക് ആസിഡുമാണ് എന്ത്? DNA-യും RNA. DNA-യുടെ വ്യത്യാസം എന്താണ്? ഒരു ഓക്സിജൻ്റെയും കുറവും RNA-ക്ക് കംപ്ലീറ്റ് കാർബൺ ഉള്ളതെന്നാണ് ഇതിന് ഡിഫറെൻ്റ് എന്ന് പറയണത്. ഇത് നമുക്ക് ടെക്സ്റ്റ് ഡീറ്റെയിൽസ് ആണ്. എക്സ്പ്ലെയിൻ ഇലുസ്ട്രേഷൻ ബൈ ദ ഫൈൻഡിങ് മോർ എക്സാമ്പിൾസ്. ഫോർ എക്സാമ്പിൾ ഇത് ഹോംവർക്ക് ആയിട്ട് എടുക്കുക. ഇത് ഫൈൻഡിങ് മോർ എക്സാമ്പിൾ ഫോർ ബയോമോളിക്യൂൾസ്, അതായത് കുറച്ചുകൂടി ബയോമോളിക്യൂൾസിനെ കണ്ടുപിടിക്കാനുള്ള എക്സാമ്പിൾ കണ്ടുപിടിക്കുക, അത് നോട്ട്ബുക്കിൽ എഴുതുക, അത് പഠിക്കുക. ഓക്കെ. All life cells manifested by the action of the biomolecules and many other chemical factors inside the cell. All such chemical reactions to the taking place in organism are called metabolism. ഇതാണ് മെറ്റബോളിസം ആണ് പറയുന്നത്. എന്താണ് മെറ്റബോളിസം? അതായത് ബയോമോളിക്യൂളുകളും മറ്റനവധി രാസഘടനകളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നത്. ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ മെറ്റബോളിസം എന്ന് പറയുന്നു. അതായത് ബയോമോളിക്യൂൾസിൽ കുറച്ച് കെമിക്കൽ റിയാക്ഷനുകളുണ്ട് അല്ലേ? കെമിക്കൽ റിയാക്ഷൻസുകളുണ്ട്. ഈ കെമിക്കൽ കോമ്പൗണ്ട്സുകൾ ചേർന്ന് നടത്തുന്ന ഒരു പ്രവർത്തനങ്ങളുണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം ഈ